ഇനി എനിക്ക് വിളിക്കാൻ സൗകര്യം കിട്ടും. ഡോക്ടർ ഹിമയെ അർച്ചന വിളിക്കുന്നു. രാവിലെ നമുക്ക് കാണാം. ശരി, വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല. രാജപ്പനെ കാണുന്ന നിരഞ്ജനയോട് അർച്ചനയുടെ വിവാഹം കഴിഞ്ഞതായി രാജപ്പൻ പറയുന്നു. നിങ്ങൾ എന്നെ അർച്ചനയുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകണം. സുധിയുടെ ഭാര്യയാ ഞാനെന്ന് പറയില്ല. അർച്ചനയുടെ കുഞ്ഞിനെ പിന്തുടരുന്ന റോസിയുടെ ഗുണ്ടകൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഗുണ്ടകൾ കുഞ്ഞുമായി ഫൈസിയുടെ മുന്നിൽ പെടുന്നു. രാത്രി മഴ തുടരുന്നു. പോലീസ് ചെക്ക് ചെയ്ത പണി പാടും. അതാ ഞാൻ മറ്റേ വഴി പോകാൻ പറഞ്ഞത്. ഇനിയിപ്പോ തിരിച്ചു പോവാം. ജെയിംസ് സർ, ആ വണ്ടി ശ്രദ്ധിച്ചോ? എന്തോ പന്ത് കേടുള്ളതുപോലെ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി തടഞ്ഞാ ഇടിച്ച് തെറിപ്പിക്കും ഞാൻ. ജെയിംസ് ഒരു കാര്യം ചെയ്യും, ഈ ഗ്ലാസ് കൊടുത്തിട്ട് വേഗം വന്ന് വണ്ടി എടുക്കും. ചേച്ചി, കുറച്ച് വെള്ളം എടുത്ത് ഇവിടെ മുഖത്ത് കുടഞ്ഞു കൊടുക്ക്. നീ എന്തോന്ന് മണ്ടത്തരമാടായി പറയുന്നത്? അവൾ ഉണർന്നാൽ അല്ലത് വിളിക്കത്തില്ലയോടാ. ഇവൾ ഉണരുന്നതിന് മുമ്പ് വീട് പിടിക്കാനാ ഞാൻ നോക്കുന്നത്. ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇവളെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് അപകടമാ. ഇനി ഇവളെ അലറി കരഞ്ഞാലും ആരും കേൾക്കത്തില്ല. നമ്മളങ്ങ് എത്താറായല്ലോ. വീടെത്തിയിട്ട് ഞാൻ ഇവളെ ഉണർത്തത്തുള്ളൂ. നീ വണ്ടി വേഗം വിടാൻ നോക്ക്. അതിനു മുമ്പ് ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് വിധിയെന്ന് കരുതിക്കൂ. ഇവളെ ഉണർന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലങ്ങ് നിൽക്കത്തില്ല. പിന്നെ ഇവക്ക് പ്രാന്തായിരിക്കും. എടാ, നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ വണ്ടി വേഗം വിടാൻ നോക്ക്. ഇതിലും കൂടുതൽ സ്പീഡൊന്നും ഈ വണ്ടിക്ക് കിട്ടത്തില്ല ചേച്ചി. എവിടെ നാടാ ഈ പാട്ട വണ്ടി വാങ്ങിക്കൊണ്ട് വന്നത്? സുധി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? മനസ്സെന്തോ വല്ലാതെ അസ്വസ്ഥമാണ്. എന്നാ സുധിയുടെ മനസ്സ് ശാന്തമായിട്ടുള്ളത്? ഇപ്പൊ എന്താ പ്രത്യേകിച്ച്? എനിക്കറിയില്ല. പിന്നെ മേരിയമ്മ വിളിച്ചിരുന്നു. കടപ്പുറത്ത് പോലീസിന്റെ നിരീക്ഷണം ഉണ്ടെന്ന്. ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർ മാറി നിൽക്കുകയാണ്. ജോസും കൂട്ടരും എപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്. സംഘം ചേർന്നൊരു ആക്രമണമല്ല നമ്മളിപ്പോൾ പേടിക്കേണ്ടത്. ഒരാൾ മതി അമ്മാളുവിന്റെ ജീവൻ ഇല്ലാതാക്കാൻ. എനിക്കറിയാം. അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനും ഒരു പരിധിയില്ലേ? തിങ്കളാഴ്ച പ്രസ് മീറ്റ് വയ്ക്കാനാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആർക്കും അവളെ തൊടാൻ ധൈര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് പ്രസ് മീറ്റിൽ പങ്കെടുക്കാനുള്ള ആരോഗ്യമൊക്കെ അവക്കുണ്ടോ? പ്രസ് ക്ലബ്ബ് വരെ വന്നാൽ തീരുന്ന ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. പിന്നീട് അവളെ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോവാം. അവളെ ഗവൺമെന്റിനെ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ചിത്രമൊക്കെ അപ്പം മാറും. എന്നാ പിന്നെ തിങ്കളാഴ്ച തന്നെ പ്രസ് മീറ്റ് നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ നിരഞ്ജനം ചെയ്യണം. അമ്മാളുവിനെ പറ്റി കൂടെയുള്ള ആർക്കെങ്കിലും നിരഞ്ജന സൂചന കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണമുണ്ട്. അവളുടെ ജീവൻ എന്തെങ്കിലും പറ്റിപ്പോയാ ഞാൻ ഉത്തരവാദിയാകും. അപ്പോ സ്വയരക്ഷ കൂടി നോക്കുന്നുണ്ട്. അത് വേണമല്ലോ. കിടക്കുന്നില്ലേ? സമയം ഒരുപാടായി. നിരഞ്ജന ചെല്ല്, ഞാൻ വന്നോളാം. സർ, അടുത്ത ചെക്ക് പോസ്റ്റിലെത്താൻ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അതാ സർ വണ്ടി. ഏതുവരെ പോകുന്നത് നമുക്ക് നോക്കാം. അതിലെന്തോ കനത്ത ഉരുപ്പടി ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഏതായാലും അവന്മാരെ വെറുതെ വിടണ്ട. വണ്ടി തിരിക്കി ഫാസ്റ്റ്. ഓടരുത്, നിൽക്കണോ? എന്താടാ വണ്ടിയില്? ഒന്നുമില്ല സാറേ. പിന്നെ എന്തിനാടാ നീ പോലീസിനെ കണ്ടപ്പോ വണ്ടി നിർത്താതെ പോയത്? അത് സാറേ പറടാ.
ഒരു കുഞ്ഞിന്റെ കരച്ചിലല്ലേ അത്? അതെ സർ. വാടാ ഇങ്ങോട്ട്. അധിക ദിവസം പ്രായമായിട്ടില്ല. അടങ്ങി നിൽക്കട അവിടെ. ആൺകുഞ്ഞ. ജെയിംസ് കുഞ്ഞിനെ പിടിക്കും. സാർ ഇവനെ പിടിക്കും. എവിടെ നടന്ന് എനിക്ക് ഈ ചോരക്കുഞ്ഞിനെ കിട്ടിയതേ? പറയടാ. പറയടാ. വിലയ്ക്ക് വാങ്ങിയതാ സാറേ. ആരുടെ കൈ നടാ? നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും കള്ളം പറഞ്ഞ. അതിന്റെ അമ്മയിൽ നിന്നാ വാങ്ങിയത്. പെറ്റ അമ്മയിൽ നിന്നോ? കള്ളം പറയുന്നോടെ നായ. സത്യോ സാറേ പറയുന്നത്. 4 ലക്ഷം രൂപയും കൊടുത്തായിരുന്നു. ആരുടെ കൈ നടാ വാങ്ങിച്ചത്? അവരെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല സാറേ. പിന്നെ ആർക്കറിയാടാ? തെന്മല റോസിക്ക്. അവരാ കുഞ്ഞിനെ വാങ്ങിയതും മധുരയിലെത്തിക്കാൻ പറഞ്ഞതും. കുഞ്ഞിന്റെ തള്ളയാരടാ? അവിടെ വെച്ച് കണ്ട പരിചയമുള്ളൂ. എവിടുന്നോ രഹസ്യമായി പ്രസവിക്കാൻ വന്നതാ. കാശും വാങ്ങി അവരങ്ങ് പോയി. നാളെ അതിന്റെ ആൾക്കാർ വന്നാ നീ മൊഴി മാറ്റി പറയോടാ. നീ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും. ആരും വരില്ല സാറേ. പിഴച്ചു പറ്റ കൊച്ചാ. സർ ഇങ്ങിതാ. അവനെ വിട്ടുകളഞ്ഞോ സർ? ജെയിംസ് വണ്ടി എടുക്ക. സാർ അത് അവനെ വിട്ടുകളഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പറയുന്ന കേക്ക്. വണ്ടി എടുക്ക സർ. അർച്ചനെ ഇങ്ങോട്ടൊന്ന് തുറക്കടാ. അർച്ചനെ അർച്ചനെ എഴുന്നേക്കടി. അർച്ചനെ എഴുന്നേക്ക്. വീടെത്തിയെന്ന്. എഴുന്നേക്ക് അർച്ചനെ. എടാ ആംബ്രസ് നീ അങ്ങോട്ട് പിടിക്കടാ. ഇറങ്ങ അങ്ങോട്ട്. ഇറങ്ങ. അയ്യോ എന്റെ മോനെവിടെ? എന്റെ മോന് നീ അങ്ങോട്ട് ഇറങ്ങ. ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാൻ അകത്തോട്ട് കേറങ്ങോട്ട്. പിടിക്കണ ആംബ്രസ്. നീ അകത്തോട്ട് വാ. എന്റെ മോന്റെ അടുത്ത് പോണോ എനിക്ക്? നീ ഒന്ന് കേക്ക്. നീ അകത്തോട്ട് വാ. പോ അങ്ങോട്ട് പോ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇരിക്കവിടെ. ഇരിക്ക. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ മോൻ എവിടെ? നീ കണ്ടതല്ലേ കുറെ പേര് നമ്മുടെ വണ്ടി തടഞ്ഞത്, നിന്റെ കുഞ്ഞിനെ കൊണ്ടുപോയതും. നിന്നെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും കേക്കണ്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. നിന്റെ കുഞ്ഞിനെ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ? എന്നെ വിട്, ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ നട്ടപ്പാതിലേക്ക് നീ എവിടെ പോകാനാ? ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഞാൻ പറയുന്ന കേക്കാൻ. അയ്യോ ബോധവും പോയി. കിടക്കവിടെ. നീ ഇനി എവിടെ പോകാനാടി? നിന്നെ കൊണ്ടുപോകാൻ അവനിങ്ങി വരും. ആ ചെവള.
പാപ്പച്ചയുടെ വരവും കാത്തിരുന്ന് മോൾ ഉറങ്ങി. ഞാൻ കരുതി ഫൈസിന്ന് വരില്ലാന്ന്. ഇടയ്ക്ക് വിളിച്ചിട്ട് കിട്ടിയതുമില്ല. എന്തോ കുരുക്കി ചെന്ന് പെട്ടെന്ന് മനസ്സിലായി. ശരിക്കും പറഞ്ഞ ഒരു കുരുക്ക് തന്നെ. അതും എടുത്ത് കഴുത്തിലിട്ടോണ്ടാ വരുന്നത്. എന്താ ഫൈസി? ഒരു ചോരക്കുഞ്ഞിനെ കൈ കിട്ടിയിട്ടുണ്ട്. ഫോളോ ചെയ്ത് പിടിച്ചതാ. എന്റെ കൂടെ ഡ്രൈവർ ജെയിംസും ഉണ്ടായിരുന്നു. എന്നിട്ട് ഏതു റാക്കറ്റാ അതിന്റെ പിന്നിൽ. 4 ലക്ഷം രൂപയ്ക്ക് കുഞ്ഞിനെ അതിന്റെ അമ്മ വിറ്റെന്ന് അറിഞ്ഞത്. ആ കുഞ്ഞിപ്പ എവിടെയുണ്ട്? ഫൈസി അത് പറ. കുഞ്ഞ് ജെയിംസിന്റെ വീട്ടിലുണ്ട്. അയാളുടെ ഭാര്യ പ്രസവിച്ചു കിടക്കല്ലേ. അങ്ങനെ ചെയ്തത് നന്നായി. ജെയിംസിനല്ലാതെ മറ്റാർക്കെങ്കിലും വിവരം അറിയോ? ഇല്ല. കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി ജെയിംസാ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. കുഞ്ഞിന് എന്ത് പ്രായം വരും? പ്രസവം കഴിഞ്ഞ് 8 or 10 ദിവസം. അതിനപ്പുറം പോവില്ല. ഇത് നമുക്ക് ദൈവം കൈ കൊണ്ട് തന്നതാ. ആ കുഞ്ഞിനെ നിരഞ്ജനയ്ക്ക് കൊടുത്താ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം തീരും. എനിക്കറിയാം ഫൈസി മനസ്സിൽ കണ്ടത് അത് തന്നെയാണെന്ന്. ഉടനെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല. കുഞ്ഞിനെ അമ്മ തന്നെയല്ലേ വിറ്റത്? പിന്നെന്താ? അതെങ്ങനെ ഉറപ്പിക്കാനാവും? പിന്നെന്താ ഫൈസിയുടെ തീരുമാനം? കുറഞ്ഞത് 4 ദിവസമെങ്കിലും കാത്തിരിക്കണം. കുഞ്ഞിന് അവകാശമുണ്ടെങ്കിൽ അതിനുള്ളിൽ കേസുമായി അവർ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെത്തും. അങ്ങനെ ഒരാൾ വന്നാൽ കുഞ്ഞിനെ വിട്ടുകൊടുത്തേ പറ്റൂ. മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞില്ല. സ്നേഹം അങ്ങനെ തന്നെ കരുതണം. കഴുത്തിലെടുത്ത് വച്ചത് ഒരു കുരുക്കാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അർച്ചനെ, അർച്ചനെ, നേരം വെളുത്തു, എഴുന്നേക്ക്. നിനക്ക് എന്താ വേണ്ടേ? നീ ചായ കുടിച്ചേ, ചായ കുടിക്കാൻ കൊണ്ട്. അച്ഛനെ, നീ എന്താ ഈ കാണിക്കുന്നത്? പെറ്റെണ്ണിട്ട് ഒരാഴ്ച പോലും കഴിഞ്ഞില്ല. നീ ഇങ്ങനായ ഞാൻ എന്ത് ചെയ്യും? നിന്നെ സഹായിക്കാൻ വന്ന എന്നെ ശിക്ഷിക്കരുതേ. അയ്യോ, നീ ഇങ്ങനെ നിലവിളിച്ചാൽ ആളുകൾ ഓടിക്കൂടും. ഞാനിപ്പോ എവിടെയാ? നീ എന്റെ വീട്ടിലാ. കുഞ്ഞു പോയ നിലയ്ക്ക് നിന്നെ ചന്ദ്രയുടെ വീട്ടിൽ കൊണ്ട് നിർത്തേണ്ട കാര്യം എന്തുവാ? നിന്നെ ഞാനിങ്ങ് കൊണ്ടുപോന്നു. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കാർത്തി ചേച്ചി വാക്ക് തന്നതല്ലേ? എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കാർത്തി ചേച്ചി ഒന്നും ചെയ്തില്ല. സംഭവിച്ചതൊക്കെ നീയും കണ്ടതല്ലേ? ആംബ്രോസിനെ അവർ കൊല്ലേണ്ടതായിരുന്നു. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ആരാ? എന്റെ മോനെ തട്ടിയെടുത്തത് പറ. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ആരാന്ന് പറയാൻ. ഇതുവരെ നിനക്കത് മനസ്സിലായില്ലേ? കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയതേ SP-യുടെ ഗുണ്ടകളാ. ആ കൂട്ടത്തിലുള്ള 2-3 പേരെ നിന്നെ അന്വേഷിച്ച് SP ഈ വീട്ടിൽ വന്നപ്പോ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ ഒറ്റിക്കൊടുത്തതേ രായപ്പന. അയാളെ ആശുപത്രിയുടെ പരിസരത്ത് വെച്ച് കണ്ട കാര്യം നിന്നോട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലയോ? നീ ഇവിടെ ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. ആ വിവരം SP-ക്ക് കൈമാറി. ആശുപത്രി കയറി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടാ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാതിരുന്നത്. നീയും കുഞ്ഞും പുറത്തിറങ്ങാൻ വേണ്ടി അവർ കാത്തിരിക്കുമായിരുന്നു.
കൊച്ചിന്റെ അച്ഛന്റെ ആൾക്കാരാ അതിനെ കൊണ്ടുപോയത്. ഇനി അങ്ങനെ ആശ്വസിക്കാനേ പറ്റൂ. എന്റെ മോനെ ഞാൻ തിരിച്ചു പിടിക്കും. ചേച്ചി ചേച്ചി പെട്ടെന്ന് റെഡിയാവ്. എന്തിന്? എവിടെ പോൻ? എനിക്ക് കേസ് കൊടുക്കണം. ഇന്നലെ രാത്രി തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. ചേച്ചി എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു? ബോധമില്ലാത്ത നിന്നെ കൊണ്ട് പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനടി? പോലീസ് സ്റ്റേഷൻ ചെന്ന് ഞാൻ എന്താടി പറയേണ്ടത്? SP-യുടെ ആൾക്കാർ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയെന്നോ? നീ എന്റെ ആരാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നമുക്ക് പോവാം ചേച്ചി, ഞാനെല്ലാം പറഞ്ഞോളാം. നിനക്കെന്നെ അപകടത്തിൽ കൊണ്ട് ചാടിക്കണം അല്ലേ? വലിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിലാ കേസിന് പോകുന്നത്. വാദി പ്രതിയാകും. നീ എത്ര തുള്ളിയാലും ഞാൻ വരത്തില്ല. ചേച്ചി പ്ലീസ് അങ്ങനെ പറയല്ലേ. എനിക്ക് എന്റെ ജീവനിൽ പേടിയുണ്ട്. നിനക്ക് പേടിക്കാനൊന്നുമില്ലാന്ന് എനിക്കറിയാം. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഇത്രയും കാലം നോക്കിയന് നീ എനിക്കൊന്നും തരണ്ട. ദൈവത്തെ ഓർത്ത് നീ എന്നെ ദ്രോഹിക്കാതിരുന്നാ മാത്രം മതി. ചേച്ചി എനിക്ക് അയ്യോ, കൊച്ചിനെ കൊണ്ടുപോയത് അതിന്റെ അച്ഛന്റെ ആൾക്കാരാ. കേസെന്നും പറഞ്ഞു പോയിട്ട് ഒരു കാര്യവുമില്ല. നിന്നെ ഞാൻ അതിന് വിടാനും പോകുന്നില്ല. ചേച്ചി ചേച്ചി ഞാൻ പറയുന്ന കേക്ക്. ചേച്ചി ചേച്ചി എന്റെ മോൻ, എന്റെ മോൻ, നീ എവിടെയാ? അവൾ ഉണർന്നു ചേച്ചി. അവക്ക് കേസ് കൊടുക്കാൻ പോണമെന്ന് അവളിത് പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ചേച്ചി, അവളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത് വലിയ മണ്ടത്തരവാ. ഇന്നലെ ആ നേരത്ത് വന്നിറങ്ങിയോണ്ടാ നാട്ടുകാർ ഒച്ചയും വിളി കേൾക്കാതിരുന്നത്. ചേച്ചി പറയുന്നത് വിശ്വസിച്ച് അവളിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവള് പുറത്ത് ചാടാൻ നോക്കും. അവൾ ഇവിടുന്ന് ചാടിപ്പോവാൻ നോക്കുമെന്ന് എനിക്കറിയില്ലടാ. സ്മൂത്തായിട്ടാ നമ്മൾ കൊച്ചിനെ വിറ്റ് കാശ് വാങ്ങിയത്. അതിലും എളുപ്പത്തിലാ അവളുടെ കാര്യം. ചേച്ചി ചെവളെ വിളിക്കേ. ഇവിടെ നമ്മളാരും വേണ്ട. കടയിൽ വെച്ച് കാശും വാങ്ങി ചെവളയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. ചേച്ചി തിരിച്ചു വരുമ്പോ അവളെ അവൻ കൊണ്ടുപോകും. ആട് കിടന്നിടത്ത് പൂട പോലും കാണില്ല. നീ പറഞ്ഞത് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അവളെവിടെ വെച്ചോണ്ടിരിക്കുന്നത് അപകടമാ. പെണ്ണിന് വല്ല പനിക്കോളും അടിച്ചാ കുടുങ്ങിപ്പോയത് തന്നെ. ആശുപത്രിയിൽ എത്തിച്ചാൽ അവർ തന്നെ പോലീസിൽ വിവരം അറിയിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ചേച്ചി ചെവളെ വിളിക്കേ. അത് തന്നെയാ എന്റെ മനസ്സിലുള്ളത്. പിന്നെ എന്തിനു മടിച്ചു നിൽക്കണം? അവളുടെ ഭർത്താവ് ചാമ ഞാൻ ചെവളയുടെ നിപ്പ്. ചന്ദ്രയുടെ വീട്ടിൽ വെച്ചേ അവൻ എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇത് അവനും രായപ്പനും തമ്മിലുള്ള ഇടപാടാണെന്ന്, അർച്ചനയിൽ നിനക്കെന്ത് അവകാശമാ ഉള്ളതെന്ന്. അവൻ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞ കാശ് തരില്ലെന്ന് ഉറപ്പല്ലേടാ? ചേച്ചി പറയുന്നത് ശരിയാ. നമ്മൾ നോക്കി നിൽക്കുക അവൻ അർച്ചനെ കൊണ്ടുപോകും. തനിച്ചായിരിക്കില്ല ചിലപ്പോൾ അവന്റെ വരവ്. അർച്ചനയുടെ അവകാശം ഞാനാണെന്ന് എനിക്ക് അവനെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പറഞ്ഞ കാശുമായിട്ട് അവൻ വന്നാലേ അവളെ ഞാൻ അവന് കൊടുക്കൂ. അവളെ ഇനി ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത് മനസ്സിലാക്കിയല്ലേ നമ്മൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നീ കണ്ടോടാ, കാർത്തിയായനി ഒരു വൃത്തം വരച്ച് ചെവളെ അവിടെ നിർത്തും. കാശ് വെച്ചിട്ടേ അവൻ അവളെ കൊണ്ട് പോകൂ. നിങ്ങൾ പറയുന്നൊന്നും ഞാനും ഈ പിള്ളേരും വിശ്വസിക്കില്ല. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാനെന്ത് വേണോടി? എന്റെ ചങ്കെടുത്ത് കാണിച്ചു തരണോ? അച്ഛൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം. എന്താടി നിന്റെയൊക്കെ സംശയം? അച്ചുവേച്ചി അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റല് അച്ഛൻ അറിയാമായിരുന്നില്ലേ? അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നേ? ഞാൻ പറയാം. അച്ഛൻ അച്ചുവേച്ചിയുടെ കുഞ്ഞിനെ ആ SP-ക്ക് തന്നെ കൊടുത്തു. എന്നിട്ട് അച്ചുവേച്ചി വൃത്തിയിട്ട് ചെവിളയ്ക്കും. ആരാവശ്യം പറയുന്നോടി? തല്ലിക്കൊന്നോ? എന്നാലും ഞാൻ പറയും. എല്ലാത്തിനും കാർത്തികനയുടെ കൂടെ അച്ഛൻ നിന്നു. അച്ഛൻ ഒരു മനമാറ്റവും വന്നിട്ടില്ല. അച്ഛൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. എന്നിട്ട് വന്ന് ഞങ്ങളെയും പറ്റിക്കാൻ നോക്കുക. അവളെ വിടല്ലോ പറഞ്ഞ.
നീ അകത്ത് പോ, ഓടിയാകത്ത്. ആരും വിശ്വസിക്കണ്ടടി എന്നെ, ആരും വിശ്വസിക്കണ്ട. നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, കാർത്തിയാനിയെ പോലെ ഒരുത്തേക്ക് നിങ്ങളുടെ കണ്ണു പൊട്ടിച്ച് ഇത്രയും കാലം അവളെ നോക്കാൻ എങ്ങനെ കഴിയും? മക്കൾ രണ്ടും കൂടെ ചോദിക്കുന്ന ചോദ്യം അതാ. നിങ്ങളുടെ മുമ്പിൽ നിറച്ചനെ മറച്ചു വെക്കാൻ അവൾക്ക് കഴിയില്ല. എങ്കിൽ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അവളെ നിങ്ങൾ എന്നേ കൊന്നേനെ. സത്യം പറ, അച്ചുവെച്ചയും കുഞ്ഞിനെ നിങ്ങൾ എല്ലാരും കൂടി എന്താ ചെയ്തേ? സത്യമായിട്ടും എനിക്കറിയില്ല. ആരെ പിടിച്ചു വേണമെങ്കിലും ഞാൻ ആണയിടാം. നീയെങ്കിലും ഒന്ന് വിശ്വസിക്കുക. എനിക്കതിന് കഴിയില്ല. അച്ഛൻ അന്നും ഇന്നും വെറുപ്പ് അച്ചുവെച്ചയോട്. ഈ വീടും പറമ്പും കൈവിട്ട് പോകാതെ നിലനിർത്താൻ അച്ഛൻ അത് തന്നെ ചെയ്തു. ഞങ്ങൾ മനസ്സുരുക്കി ജീവിക്കുമ്പോ അച്ഛൻ എന്താ നേടിയത്? ഞങ്ങൾക്കൊന്നും വേണ്ട. എനിക്ക് ഇത് തന്നെ വേണം, ഇത് തന്നെ വേണം. നിങ്ങൾ നെഞ്ചുപൊട്ടി കരയാനിരിക്കുന്നതേ ഉള്ളൂ. പോടിന്റെ മുമ്പിൽ നിന്ന് പോ. Zari,